ഹായ്, അസ്സാം വലൈക്കും. ഇന്നത്തേതൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇന്നത്തേത് മാത്രമായിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ്. എല്ലാ ദിവസവും ഇങ്ങനെയല്ല, ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് വരാറുണ്ട് കേട്ടോ. പിന്നെ രാവിലെ എന്നിട്ട് അവിടെ തന്നെ ഞാൻ ബെഡൊക്കെ ഒന്ന് തട്ടിപ്പിരിച്ചിട്ടാ റൂമൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷമാണ് കേട്ടോ കിച്ചണിലോട്ട് പോകുന്നത്. പിന്നെ അവിടെ എത്തി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു, പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കഴിച്ചേട്ടാ. പിന്നെ നമ്മളൊക്കെ രാവിലെ എഴുന്നേറ്റ് വെള്ളം കുടിക്കൂലേ, അപ്പം നമുക്കൊരു ഉന്മേഷമാണ്. അതുപോലെ തന്നെ ചെടികൾക്കും രാവിലെ വെള്ളം കിട്ടുകയാണെങ്കിൽ അത് രാവിലെ തൊട്ട് നല്ല ഉന്മേഷത്തിലിരിക്കൂട്ടാ. അങ്ങനെ നേരെ ചെടികൾക്കെല്ലാം പോയിട്ട് ഞാൻ വെള്ളം നനച്ചിട്ടാ. അത് കഴിഞ്ഞ് ഒരു ഗ്ലാസ് ചായയും റസ്കും കൂടി കഴിച്ചിട്ടാ. പിന്നെ ഒരു അരമുക്കാൽ മണിക്കൂർ ഫോൺ നോക്കിയിരുന്ന് പിന്നെ വീടൊക്കെ ക്ലീൻ ചെയ്ത് അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകണ്ട. മിനിയാന്ന് വാങ്ങിയൊരു പൊറോട്ടേൻ്റെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എനിക്ക് മാത്രമേ വേണ്ട, ഹസ്ബൻഡ് ഇവിടെ ഇല്ല. അപ്പം ഞാൻ എന്താക്കി അതൊന്ന് ചുട്ടെടുത്ത്, പിന്നെ ഇന്നലത്തെ കറി ഉണ്ടായിരുന്നു അതും ഒന്ന് ചൂടാക്കി എടുത്തിട്ടാ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കി. പൊതുവെ ദുബായിലൊക്കെ താമസിക്കുന്നവർ എപ്പോഴും ബാക്കിയുള്ളതൊക്കെ ചൂടാക്കിയിട്ട് പിറ്റേന്ന് കഴിക്കുന്നവരായിരിക്കും അല്ലേ. നാട്ടിലാണെങ്കിൽ എപ്പോഴും ബാക്കി ഉണ്ടെങ്കിലും അടുത്ത ദിവസം എന്തായാലും ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കും. കൂടുതൽ കഴിക്കുമെങ്കിലും ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കും. പക്ഷെ ഞാനൊക്കെ ഇവിടെ ബാക്കി ഉണ്ടെങ്കിൽ അത് കഴിച്ചിട്ട് എത്തിയിട്ടില്ലെങ്കിൽ തികയാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ വേറെ ഉണ്ടാക്കൂട്ടാ. അപ്പോൾ നമ്മൾ ഒരിക്കലും ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം നമുക്ക് ഇന്ന് ബുദ്ധിമുട്ടില്ലെങ്കിൽ നാളെ ബുദ്ധിമുട്ട് നമ്മൾ ഭക്ഷണത്തിലൂടെ അറിയൂട്ടാ. അപ്പോൾ ഒരിക്കലും വേസ്റ്റ് ആക്കാണ്ടിരിക്കാൻ നോക്കുക. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഇതാണ് കേട്ടോ എൻ്റെ നെക്സ്റ്റ് കലാപരിപാടി. പാത്രങ്ങളൊക്കെ ഇനി കഴുകി വെക്കണം. നമ്മൾ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ടാസ്ക് ആണ് കേട്ടോ ഈ ക്ലീനിങ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം എല്ലാം എടുത്ത് കഴുകി അപ്പം തന്നെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പണി എളുപ്പം തീരും കേട്ടോ. നമുക്കെല്ലാം ഈസി ആയിട്ട് തോന്നും. നമ്മളെല്ലാം മാറ്റി വെച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ആയിരിക്കും ഇത് കഴുകാൻ വേണ്ടിയിട്ട് വരാം. അപ്പോൾ ഒരുപാട് പാത്രങ്ങളാവും, നമുക്ക് മടിയാവും. നമ്മളത് കാണുമ്പോൾ തന്നെ നമുക്കൊരു മടിയാവും. അപ്പോൾ നമ്മൾ കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ മാക്സിമം കഴുകി ക്ലീനാക്കി വെച്ചിട്ട് സെറ്റാക്കി വെക്കാൻ നോക്കുക. പിന്നെ നമുക്ക് കിച്ചണിലേക്ക് വരുമ്പോൾ ഒരു മടുപ്പ് ഉണ്ടാവില്ല കേട്ടോ. ഞാൻ അങ്ങനെ തന്നെയാണ് മാക്സിമം ചെയ്യാറുള്ളത്. ഇന്ന് ഞാൻ കുറേ ഭക്ഷണങ്ങളൊക്കെ എല്ലാം പിന്നെ ഫ്രിഡ്ജിലോട്ട് മാറ്റി അങ്ങനെ അതിനുശേഷം പാത്രങ്ങളൊക്കെ ഒഴിച്ച് എല്ലാം കൂടി കഴുകിയാണ് സെറ്റാക്കി വെക്കണം കേട്ടോ. പിന്നെ ഞാൻ ഈ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ എൻ്റെ സ്ക്രബ്ബർ പൊട്ടിപ്പോയി ഗായ്സ്. രണ്ടും സെപ്പറേറ്റ് ആയി, സ്പഞ്ചും സ്ക്രബ്ബറിൻ്റെ സൈഡും കൂടി രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ്. പക്ഷെ ഞാൻ തളരൂല, ഞാൻ അത് വെച്ചിട്ട് വീണ്ടും വീണ്ടും കഴുകൂട്ടാം. നമ്മൾ ശരിക്കും മലയാളികൾ വെച്ചാണെന്ന് പല ആൾക്കാരും പറയലുണ്ട്. സത്യമാണ്. മാക്സിമം കോൾഗേറ്റിൻ്റെ പേസ്റ്റൊക്കെ പിഴിഞ്ഞെടുക്കില്ല. അതുപോലെ തന്നെ ഞാനും ഇത് അത്ര ബെടക്കായിട്ടുണ്ടായിട്ടില്ല. അത്യാവശ്യം പുതിയതാണ്, ഞാനിപ്പോൾ എടുത്തതാണ്. പക്ഷെ എന്താണെന്നറിയില്ല, അത് സെപ്പറേറ്റ് ആയിപ്പോയി. പക്ഷെ ഞാനത് വെച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യൂട്ടോ. എന്നെ തോൽപ്പിക്കാനാവില്ല മക്കളെ. പിന്നെ ഈ കാണുന്നതുണ്ടല്ല, ഞാൻ ലുലുന്ന് എടുത്തതാണ് കേട്ടോ. നമുക്ക് ലിക്വിഡൊക്കെ അതിൽ ഒഴിച്ച് വെച്ചിട്ട് പിന്നെ കവർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ട് എടുക്കുക കേട്ടോ. പിന്നെ ഓവറായിട്ട് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്കത് അതിലേക്ക് ആക്കി വെച്ചിട്ട് നമുക്ക് അപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. പിന്നെ ഇത് ചായയുടെ പാത്രമാണ് കേട്ടോ. പാൽച്ചായ നമ്മൾ അതിലേക്ക് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ കളർ ചേഞ്ച് ആവട്ടെ, ഒരു ബ്രൗൺ കളറാവും. അപ്പോൾ നമ്മളപ്പോൾ തന്നെ അത് നല്ലോണം ഉരച്ച് കഴുകി കഴിഞ്ഞാൽ പിന്നെ അതിൽ ഒരു കറ പോലെ ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തന്നെ നമുക്ക് നല്ലോണം സ്ക്രബ് കൊണ്ട് ഉരച്ച് കളഞ്ഞാൽ മതി കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, പാത്രം കഴുകുമ്പോൾ ഒരുപാട് വെള്ളം വേണം കേട്ടോ. എന്നാലും എനിക്കൊരു തൃപ്തി വരും, ഇല്ലെങ്കിൽ ക്ലീൻ ആവാത്ത പോലെ കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറേ ടൈം വെള്ളത്തിൽ കളിക്കുന്നത് കേട്ടോ. പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ സിങ്ക് കഴുകൂട്ടാം. ജസ്റ്റ് ഞാൻ ഏത് പാത്രം കഴുകിയാലും ജസ്റ്റ് ഒന്ന് സിങ്ക് കഴുകിയിട്ട് അവിടെ വെക്കൂട്ടാം. പിന്നെ എല്ലാം കൂടി എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം കേട്ടോ ഒന്ന് ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. പിന്നെ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് സമയത്തേക്ക് ഈ ഭാഗത്തേക്ക് വരില്ല കേട്ടോ. എനിക്ക് വരാൻ തോന്നൂല. വീണ്ടും അത് നനച്ചിട്ട് ഇതാക്കേണ്ടതെല്ലാം ചിന്തിച്ചിട്ട്
അപ്പം എല്ലാ പണി വേഗം തീർത്തിട്ട് വേഗം അത് കഴുകി ഡ്രൈ ആക്കാൻ വേണ്ടി ഞാൻ വെക്കും കേട്ടോ. ഇനിയിപ്പം സ്റ്റൗ ടോപ്പും കൂടി ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചതാണ്. എന്നാലും എല്ലാം കൂടി ഒന്ന് ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കും കേട്ടോ. അധികം കച്ചറൊന്നും ഉണ്ടാവില്ല, കാരണം ഞാൻ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അതൊന്ന് ക്ലീൻ ചെയ്ത് വെക്കും. പിന്നെ ബാക്കിയുള്ള ക്ലീനിങ്ങിൻ്റെ ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കും കേട്ടോ. അത്രേ ചെയ്യാറുള്ളൂ. നമ്മളപ്പം തീർക്കുന്നത് പിന്നെ നമുക്ക് എന്തെങ്കിലും തിരക്കുള്ള സമയത്ത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. പിന്നെ കുറച്ച് ഡ്രസ്സ് അലക്കാനുണ്ടായിരുന്നു കേട്ടോ. കിക്ക് വാഷ് അടിക്കേണ്ട അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം അലക്കി കഴിഞ്ഞതാണ്. അപ്പം ഞാൻ അതും കൂടി ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചേട്ടാ. പിന്നെ ഞാൻ ഇങ്ങനത്തെ ടൈമിൽ കേട്ടോ അലക്കിയിട്ട് ഇടാം. കാരണം നമ്മൾ രാത്രിയൊക്കെ അലക്കിയിട്ട് ഇട്ടിട്ട് രാവിലെ നല്ല വെയിൽ കൊള്ളും. അപ്പം ഓവർ വെയിൽ കൊണ്ടാലുണ്ടല്ലോ നമ്മൾ ഡ്രസ്സൊക്കെ പെട്ടെന്ന് കളർ ചേഞ്ച് ആവും. അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഒരു ടൈമിൽ ഇട്ടിട്ട് നമ്മളൊരു 15-30 മിനിറ്റ് കൊണ്ട് ഡ്രൈ ആയി കിട്ടും. അല്ലെങ്കിൽ മാക്സിമം 1.5 മണിക്കൂർ കേട്ടോ. അങ്ങനെ അപ്പം തന്നെ ഞാൻ എടുക്കും. രാവിലെ തന്നെ എൻ്റെ എല്ലാ പണിയും ഞാൻ തീർത്തതാണ്. പിന്നെ എനിക്ക് സോഫയും ചെയറിൻ്റെ കുഷ്യനൊക്കെ ഒന്ന് ഡ്രൈ ക്ലീൻ ചെയ്യണമെന്നൊരു തോന്നൽ പിന്നെ ആ പണിക്കേക്ക് അങ്ങ് ഇറങ്ങിയിട്ടോ. ഏതായാലും കുളിക്കാൻ പോകുന്നതാണ്. പിന്നെ ഇതും കൂടി ചെയ്തിട്ട് കുളിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പണിക്കും കൂടി ഇറങ്ങിയിട്ടാ. അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് ഞാനവിടെ വെയിൽ കൊള്ളിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചെയർ. പിന്നെ അവിടെ നിന്ന് ഡയറക്റ്റ് സൺലൈറ്റ് ഉണ്ടാവും കേട്ടോ. അയ്യോ, രക്ഷയില്ലാത്ത വെയിലാണ് കേട്ടോ. നല്ല വെയിലും നല്ല ചൂടും. നമ്മൾക്ക് ഇറങ്ങുമ്പോൾ ഒരു സെക്കൻഡ് വരെ ഇവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള വെയിലാണ് കേട്ടോ. ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് പുറത്തിടാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം അയ്യോ രക്ഷയില്ല. അതുപോലെല്ലാം കത്തി നിൽക്കുന്ന വെയിലത്തല്ല. പണിയെല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞപ്പോഴുണ്ടല്ലോ നല്ല വിശപ്പ്. ഞാനാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഹസ്ബൻഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഞാൻ ഇന്നലെ പുഡിങ് ആക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പം അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അത് കഴിച്ചിട്ട് വിശപ്പ് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ അതെടുത്ത് കഴിച്ചു കേട്ടോ. രാവിലെ ഒരു പൊറോട്ട കഴിച്ചിട്ടാട്ടോ ഞാൻ പണി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴൊന്നും പൊറോട്ട കഴിച്ചുകൊണ്ടാണെന്ന് അറിയില്ല, തീരെ വിശപ്പുണ്ടായിരുന്നില്ല. പിന്നെ പണിയെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല വിശപ്പ്. എന്നിട്ട് കുറച്ച് പുഡിങ് കഴിച്ചു. അതുകൊണ്ടൊന്നും മാറിയിട്ടില്ല മക്കളെ. ഞാൻ വീണ്ടും ഒരു മാഗി എടുത്തടിച്ചിട്ടാ. മാഗി ആകുമ്പം അത്യാവശ്യം കുറച്ച് വയറ് ഫില്ലായ പോലെ തോന്നും. അത്ര പോലും ഞാൻ വേറെ ഫുഡ് ഉണ്ടാക്കാനൊന്നും ഇറങ്ങിയിട്ടില്ല. ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു ഇതുണ്ടാവും അല്ലേ, മൂഡുണ്ടാവും അല്ലേ. അപ്പം എനിക്ക് അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ മാഗി ഉണ്ടാക്കി. മാഗി എനിക്കിങ്ങനെ വെള്ളത്തോടെ കഴിക്കാനായിട്ട് ഇഷ്ടം, കുറച്ച് ലൂസായിട്ട് ജ്യൂസി ആയിട്ടുള്ള കഴിക്കാനായിട്ട് ഇഷ്ടം. അപ്പം ഞാൻ അങ്ങനെ മാഗി എടുത്ത് പിന്നെ കഴിച്ചിട്ടാ. അപ്പോൾ വൈകുന്നേരത്തെ ചായ ഒഴിവാക്കിയിട്ട് ഞാൻ മാഗി ആട്ടാ കഴിച്ചത്. പിന്നെ രാത്രി ഒരു 7:30 മണിയാകുമ്പോഴേക്കും ഞാനൊന്ന് പുകയിച്ചിട്ടാ. ഒന്ന് നല്ലൊരു സ്മെല്ലാൻ വേണ്ടിയിട്ട് ഊതിൻ്റെ ഒരു ടൈപ്പ് സാധനമായിരുന്നു കേട്ടോ. മറിയം എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി. അപ്പം അതായിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ടാ. മൊത്തത്തിലൊന്ന് റൂമും ഹാളും ഒക്കെ ഒന്ന് പിന്നെ സ്മെല്ലായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാനൊന്ന് പുകയിച്ചിട്ടാ. ഇത് പുകയ്ക്കുന്ന സമയത്ത് ഫുൾ പുക ഇങ്ങനെ പോകും. പക്ഷെ അത് എല്ലാം കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ പുറത്തുനിന്ന് വീട്ടിലോട്ട് കയറുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ ഒരു 8-8:30 ആകുമ്പോഴേക്കും ഞാൻ ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിച്ചിട്ടാ. അതിനുശേഷം പിന്നെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് കിച്ചണിലെ വേസ്റ്റൊക്കെ എടുത്തിട്ട് റൂമിന് പുറത്തുള്ള ഗാർബേജ് റൂമുണ്ട് കേട്ടോ, അവിടെ കൊണ്ടുപോയിട്ട് വേസ്റ്റ് കളയാണ്. അപ്പം ഇതാണ് കേട്ടോ ഗാർബേജ് റൂമിൽ വേസ്റ്റ് കളയുന്ന സംഭവം. അപ്പം അതിലൂടെ അങ്ങ് താഴോട്ടിട്ടാൽ മതി കേട്ടോ. പിന്നെ ഈ കാണുന്നതുണ്ടല്ലോ കാർബോർഡൊന്നും ഇതിലൂടെ ഇടാൻ പറ്റില്ല. അപ്പോൾ അവിടെ സൈഡിൽ വെച്ചിട്ടുള്ള കേട്ടോ. അവരെ മെയിൻ്റനൻസിൻ്റെ ആൾക്കാർ വന്നിട്ട് എടുത്തിട്ട് പോയിക്കോളൂ കേട്ടോ. പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം എന്താ രാത്രി വ്യൂ ആണ്. പുറത്ത് ബാൽക്കണിയിൽ കുറച്ച് സമയം നിന്നു. എന്നിട്ട് പുറത്ത് വണ്ടികളൊക്കെ പോകുന്ന ഇങ്ങനെ നോക്കി കുറച്ച് സമയം നിന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.